ആകപ്പാടെ ആശങ്കാകുലമായ കുഴഞ്ഞു മറിഞ്ഞ ജീവിത പരിസ്ഥിതിയിലുള്ളവരെ ഒരു തെളിനീരിന് വേണ്ടി, ജീവിതം ഒന്ന് തെളിഞ്ഞു വരാൻ വേണ്ടി, ആകപ്പാടെ ഇരുട്ട് കഴിയുള്ള മക്കൾ എന്ത് ചെയ്യണം, എവിടെ തുടങ്ങണം, ആര് തുടങ്ങും, എങ്ങനെ ചെയ്യുമെന്നറിയാൻ മേലാത്ത ഒരു രക്തം പിടിവില്ലാത്തവർ അവിടെ മേൽ കർത്താവിൻ്റെ രക്തം തളിക്കപ്പെടേ ഉണ്ടാകട്ടെ എന്ന വാക്കുകൊണ്ട് വെളിച്ചമുണ്ടാക്കിക്കൊണ്ട് കർത്താവ് ഇരുട്ടിനെ കർത്താവ് ശാസിച്ച് മാറ്റിയവരെ അനേക മക്കളുടെ ജീവിതത്തിലേക്ക് കർത്താവിൻ്റെ വെളിച്ചം കർത്താവ് തിരഞ്ഞു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, മക്കളെക്കുറിച്ച് വേവലാതി കൊള്ളുന്നവരെ, മക്കളുടെ മദ്യപാന ശീലങ്ങളെക്കുറിച്ച് വേവലാതി കൊള്ളുന്നവരെ, ജോലിയെ സംബന്ധിച്ചില്ല, ജോലി നഷ്ടപ്പെട്ടു പോയ മക്കൾ, അതുപോലെ തന്നെ കർത്താവ് പുതുക്കാത്ത മക്കൾ, പുതുക്കാൻ കഴിയാത്ത മക്കൾ, കർത്താവ് അവരെല്ലാം സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, പഠനങ്ങൾക്ക് വേണ്ടി ഒരുങ്ങുന്നവരെ, പഠനങ്ങൾ കഴിഞ്ഞ് കഴിയുമ്പോഴേ കർത്താവിടെ ജോലിയില്ലാത്ത അവസ്ഥകളിൽ തിരിച്ചു പോരേണ്ടി വരുന്നവരെ കർത്താവെ അങ്ങനെ തിരുസന്നിധിയിൽ അങ്ങനെ തിരുസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. ഈശോയെ, മാനസികമായ രോഗികൾ, മറ്റു തരത്തിലുള്ള ശാരീരികമായ ചലഞ്ചുകൾ നേരിടുന്ന മക്കൾ, നിന്റെ തിരുമുറിവാണെന്ന് വലത് കർത്താവ് മക്കളെ സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന സാമ്പത്തിക തകർച്ചയുള്ളവർ, ജോലി സ്ഥിരതയില്ലാത്തവർ, കടകമ്പോളങ്ങളെല്ലാം കർത്താവ് അടഞ്ഞു കിടക്കുന്നവർ, വാടക ലഭിക്കാത്തവർ, കർത്താവ് കെട്ടിടങ്ങൾ പൂർത്തിയാക്കാൻ കഴിയാതെ വരുന്നവർ, കെട്ടിടങ്ങളിലുള്ള പണമെല്ലാം ഒരു സ്ഥലത്ത് കുന്നുകൂടി പോയി അവിടെ തിരിച്ചു കിട്ടാൻ മാർഗമില്ല, ഒരു ബിസിനസ് ചെയ്യാൻ പറ്റത്തില്ല, വഴിമുട്ടയും ഗതിമുട്ടി കർത്താവെ വല്ലാത്തിരുന്ന് ഞെരുങ്ങുന്നവർ, യേശുവിൻ്റെ നാമത്തിൽ അവൻ്റെ ശക്തിയാൽ അവൻ്റെ നിങ്ങളുടെ ജീവിത ദുരിതങ്ങൾ, തടസ്സങ്ങൾ ഈ നിമിഷം മാറിപ്പോകട്ടെ പ്രാർത്ഥിക്കുന്ന ശ്രുതികട ഹല്ലേലൂയ. കർത്താവെ, മക്കളില്ലാത്ത ദമ്പതികളെ, വിവാഹം ഒത്തുവരാത്തവരെ, തൊഴിൽ തുടങ്ങി വെക്കാൻ അവസ്ഥ അതിനൊരു മാർഗം കാണാത്തവരെ, തൊഴിൽ നഷ്ടപ്പെട്ടുകൊണ്ട് പഠിക്കുന്നവരെ കർത്താവരെല്ലാം സ്മരിച്ച് പ്രാർത്ഥിക്കുന്ന ഈശോയെ, സമാധാനം ഇല്ലാത്തവരെ, കുടുംബജീവിതം തകർന്നു പോയവരെ, ഭർത്താക്കന്മാർ പിരിഞ്ഞു പോയവരെ, വീണ്ടും ഒരുമിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർ, കർത്താവ് എന്തെല്ലാം തരത്തിൽ വേണ്ടിയാണോ അങ്ങയുടെ മക്കൾ ഉടമ്പടിയിലേക്ക് വന്നിരിക്കുന്നത്, ഇവിടെ പ്രാർത്ഥനയ്ക്ക് വന്നിരിക്കണം, ഇപ്പോൾ പ്രാർത്ഥന ഓൺലൈനിൽ കൂടിക്കൊണ്ടിരിക്കുന്ന അവിടെ മേലെല്ലാം കർത്താവിന്റെ ശക്തി കണ്ടെന്ന് പ്രാർത്ഥിക്കുന്നു. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 മഹത്വം, മഹത്വം, ആരാധന, ആരാധന, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സമാപന ആശീർവാദം സ്വീകരിക്കേണ്ട സമയമാണ്. മൗനമായി നിങ്ങളുടെ വിഷയങ്ങൾ ഓൺലൈനിലുള്ളവരും തീർത്ഥാടനത്തിൽ വന്നിരിക്കുന്നവരും കർത്താവിന്റെ തിരുസന്നിധിയിൽ മാതാവിന്റെ മധ്യസ്ഥ സമർപ്പിക്കുക. വിശ്വാസപ്രമാണം നമ്മൾ പറയുമ്പോൾ നമ്മൾ ചുണ്ടുകൊണ്ടല്ല പറയേണ്ടത്, ചങ്ക് കൊണ്ട് പറയാൻ നോക്കണം. ആൾക്കാരെ എല്ലാം കുഴപ്പമുണ്ടാക്കുന്നത് ചുണ്ടുകൊണ്ട് പറഞ്ഞിട്ടാണ്. കാണാ പഠിച്ച് വെച്ചിരിക്കുന്ന സാധനം കണാ ഗുണാന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു കളയാം. അതല്ല, ഒരു സംഭവം നമ്മൾ ലോഞ്ച് ചെയ്യുമ്പോൾ നമ്മൾ അതിൻ്റെ ഉടമസ്ഥത ഏറ്റെടുക്കണം, തന്തയില്ലായ്മ കാണിക്കരുത്. ഒരു പ്രാർത്ഥനയ്ക്കും നമുക്ക് ഓൺ ചെയ്യാതെ പണ്ട് മുതലേ നമ്മൾ പഠിച്ച് വെച്ചിരിക്കുന്നത്, അതുപോലെ പരിശുദ്ധ മറിയം ചെല്ലുമ്പോൾ അതിൻ്റെ കൂടെ അറിയാതെ നമ്മൾ പറഞ്ഞുറയും ചെല്ലും, അതിൻ്റെ കൂടെ അറിയാതെ ഓട്ടോമാറ്റിക്കായിട്ട് പരിശുദ്ധ മറിയം ചൊല്ലിപ്പോകുന്ന ഒരു ഓട്ടോമാറ്റിക് സംഭവമാണ് പോകേണ്ടത്. അതല്ല, അപ്പോൾ അത് ചുണ്ട് മാത്രമേ ഉള്ളൂ. ചുണ്ടിൻ്റെ കൂടെ ചങ്കുണ്ടെന്ന് ഏത് പ്രാർത്ഥനയ്ക്ക് നീ ഉറപ്പ് വരുത്തിയാലും ആ പ്രാർത്ഥന ആക്ടിവേറ്റ് ആകും. എന്താ കാര്യം? ചുണ്ടും ചങ്കും തമ്മിൽ അത്രയും ബന്ധം. ഇങ്ങനെ അതായത് ഇപ്പോൾ റോമ 10:9 വായിച്ചുള്ളൂ. ശ്രുതികട്ടെ, ശ്രുതികട്ടെ, ശ്രുതികട്ടെ. ഹല്ലേലൂയ, ആകയാൽ യേശു കർത്താവാണ്. ആകയാൽ യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചുവെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും. ഇതാണ് വിഷയം. സിമ്പിളാ, വളരെ സിമ്പിളാ. എന്താ കാര്യം? ഒന്ന്, നീ അധരം കൊണ്ട് ഏറ്റുപറയേണ്ടത് എന്താണ്? യേശു കർത്താവാണെന്ന് എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അതോടുകൂടി എല്ലാ പ്രശ്നവും തീരുകയും. നീ അധരം കൊണ്ട് ഏറ്റു പറയണത് എന്താണ്? എന്താ ഏറ്റു പറയണത്? യേശു
കർത്താവാണ്. യേശു കർത്താവാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാവോ? നിനക്ക് ലോൺ നിന്നെ ഓടിച്ചിട്ടിരിക്കുന്ന ബാങ്ക് മാനേജർ കർത്താവ് അല്ലെന്നത്. ഡോക്ടർ ക്യാൻസർ 4ാം സ്റ്റേജ് ആണെന്ന് പറഞ്ഞ് ഇനി വീട്ടിൽ കൊണ്ടുപോയിക്കോ, അറിയിച്ചോ എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ഡോക്ടർ കർത്താവ് അല്ലെന്ന് എൻ്റെ അർത്ഥം. മനസ്സിലായി? ആരാണ് കർത്താവ്? യേശുവാണ് കർത്താവ്. ഇതുപോലെ തന്നെ നീ OIT 12 തോറ്റ്, അല്ല IELTS 12 തോറ്റ്, OIT 4 തോറ്റെന്നും പറഞ്ഞൊരു സാക്ഷ്യമുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലുള്ള സാക്ഷ്യമാണ്. ഉടമ്പടി എടുത്തു കഴിയുമ്പോൾ കർത്താവ് ചവറുപോലെ മാർക്ക് കൊടുത്തിട്ട് ഇവളെ കയറ്റിവിടും. ഇവളിൽ തന്നെ ഒരു വിശ്വാസം ഇല്ലാതായിപ്പോയി. അതുകൊണ്ടാണ് ഇതെല്ലാം ആദ്യകാലങ്ങളെല്ലാം ഫ്ലോപ്പായത്. പക്ഷേ ഇത് ഈശോയുമായിട്ട് ഡിസ്കസ് ചെയ്ത് കർത്താവിൻ്റെ നിത്യമായ സംരക്ഷണത്തിലേക്ക് ഇത് വെച്ച് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഇവരുടെ വിഷയങ്ങളെല്ലാം മാറും. അങ്ങനെ ഒരു സാക്ഷ്യം കഴിഞ്ഞ ദിവസങ്ങളുണ്ട്. ഞാനിപ്പോൾ ഓർത്ത് പറയാൻ പോണ കാര്യം, ഈ യേശു വിശ്വാസപ്രമാണം ചെല്ലുമ്പോൾ നിങ്ങൾ വിശ്വാസപ്രമാണമാണ് ചെല്ലണതെന്ന് നിങ്ങൾക്ക് നല്ല ബോധം ഉണ്ടാകണം. ഇപ്പോൾ തമിഴ് ദമ്പതിയോട് എന്താ പറഞ്ഞത്? ഒരു വിശ്വാസപ്രമാണം പ്രിൻ്റ് ചെയ്തിട്ട് കോപ്പി എടുത്ത് തമിഴ് ദമ്പതിക്ക് കൊടുക്കും. എന്നിട്ടെന്താ പറയണത്? ഉടമ്പടി തൈലവും കൊടുക്കും. എന്നിട്ട് അവരോട് എന്ത് പറയും? നിങ്ങൾ ഉടമ്പടി തൈലം കൊണ്ട് നിങ്ങളുടെ അടിവയറ്റിൽ 10 കൊല്ലമായിട്ട് മക്കളില്ല അവർക്ക്. പണ്ടൊരു കുഞ്ഞുണ്ടായിരുന്നു, പിന്നെ മക്കളില്ല അവർക്ക് 10 കൊല്ലമായിട്ട്. എങ്ങനെയൊക്കെ ട്രൈ ചെയ്തിട്ടും എന്തെല്ലാം ചികിത്സ എടുത്തിട്ട് മക്കളില്ല, ഉണ്ടാകത്തുമില്ല. അവർ മുഴുവൻ അല്ലെങ്കിൽ തന്നെ ഇതിൻ്റെ അകത്തെല്ലാം കൊഴുപ്പ് കയറിയിരിക്കുന്നത്. ഒന്നെങ്കിൽ ഈ ഫെലോപ്പിയൻ ട്യൂബ് 2ഉം അറുത്ത് കളയണം. അറുത്ത് കഴിഞ്ഞാൽ പിന്നെ കൊച്ചുണ്ടാകത്തില്ല. ഗർഭപാത്രത്തിൽ മുഴുവൻ പ്രോബ്ലംസാണ്. അതുകൊണ്ടാണ് കുട്ടികളില്ലാതിരിക്കുന്നത്. പക്ഷേ അതല്ല, ഇവർ ഈ വിശ്വാസപ്രമാണം തെറ്റിക്കാതെ ഇങ്ങനെ പ്രിൻ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ചെല്ലിച്ചും അവരോട് പറഞ്ഞ് ഇത് ചൊല്ലിക്കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം? നിങ്ങൾ ഉടമ്പടി തൈലം എടുത്ത് വയറ്റിൽ തേക്കണം. എന്താണ്? 21 ദിവസത്തിനുള്ള ഒരു പ്രഗ്നൻ്റാണ്. ഇത്രയും സ്പീഡാണ് ഉടമ്പടി. എന്താ കാര്യം? അവർക്ക് മക്കളുണ്ടാവത്തില്ല എന്ന് പറഞ്ഞ ഡോക്ടറല്ല കർത്താവ്. കർത്താവ് ആരാണ്? യേശു ക്രിസ്തുവാണ്. യേശു ക്രിസ്തുവിനെ കർത്താവാക്കണത് എന്താ? എന്തുകൊണ്ട് എല്ലാവരും കർത്താവാകാത്തത്? മരണത്തെ ജയിച്ചാൽ മാത്രമേ കർത്താവാകത്തുള്ളൂ, അല്ലെങ്കിൽ മനുഷ്യനായിട്ടിരിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് സെന്റ് പോൾ പറയണം. ആ വചനം 1 വായിച്ചോളൂ, 10:9 വായിച്ചോളൂ. ആകയാൽ യേശു കർത്താവാണ് എന്ന് ഒന്ന് ഏറ്റു പറഞ്ഞേ. ആകയാൽ യേശു കർത്താവാണെന്ന് ഏറ്റുപറയുകയും അധരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചുവെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും. അപ്പോൾ രക്ഷ നമ്മൾ എന്ത് ചെയ്യണേ? പ്രാപിക്കുകയാണ് ചെയ്യണത്. ഈ രക്ഷ പ്രാപിക്കുന്ന 2 സംഭവമുണ്ട്. ഒന്ന് ശങ്കുണ്ട്, ഒന്ന് ചുണ്ടുണ്ട്. നമ്മുടെ പ്രശ്നം നമ്മൾ ചുണ്ട് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. അതാണ് കുഴപ്പം. പ്രാർത്ഥന നിൻ്റെ കേൾക്കപ്പെടാത്തതിൻ്റെ കാരണം നീ ചുണ്ട് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. ഒരു 90% മനുഷ്യരും അങ്ങനെയാണ്. ചങ്ക് ഉപയോഗിക്കണില്ല. ചങ്കിൽ എന്താ പറഞ്ഞിരിക്കണത്? ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു. ഏറ്റു പറഞ്ഞേ. ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു. ഒന്നുകൂടി പറഞ്ഞേ. ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു. ഒന്നുകൂടി പറഞ്ഞേ. ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു. കൈയടിച്ച് സ്തുതിക്കട്ടെ. ഞങ്ങളുടെ ജീവിത പ്രതിസന്ധികളിൽ കർത്താവാണെന്ന് ഉറക്കെ പ്രഖ്യാപിക്കാനുള്ള വലിയ അഭിഷേകം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും പ്രദാനം ചെയ്യണമേ. അച്ഛൻ എന്തിനാ ഇങ്ങനെ പറയാമെന്നറിയാവോ? ഇന്ന് ഏറ്റവും കൂടുതൽ നേർച്ച വസ്തുക്കൾ കിട്ടുന്ന പ്രാർത്ഥന എന്താണ്? ഉടമ്പടി പ്രാർത്ഥനയാണ്. ഉടമ്പടി ഞങ്ങൾ നിങ്ങൾക്ക് തരുന്നത് എന്തൊക്കെയാണ്? 2 മെഴുകുതിരി തരും, പിന്നെന്താണ്? വെഞ്ചരിച്ച ഉപ്പ് തരും, പിന്നെന്താണ്? ഉടമ്പടി തരം തരും, പിന്നെ കാശ് രൂപം. ഇതൊന്നും ബൈബിളിലില്ലാത്ത ഒരു സാധനം തരത്തില്ല. തേനൊന്നും ബൈബിളിലില്ലാത്തതാണ്. അത് പണ്ട് പോയി അത് ഉടമ്പടിയുടെ ഭാഗവും അല്ല.
അത് പണ്ട് പോലെ ഇത് ഗർഭിണികൾക്കും കൊച്ചു കുഞ്ഞുങ്ങൾക്കും വേണ്ടി വെഞ്ചരിച്ച് വെച്ചിരിക്കണം. അത് പണ്ട് പോലെ ഉള്ളത് കൊണ്ട് അങ്ങനെ നിലനിർത്തിക്കൊണ്ടിരിക്കണം. പക്ഷേ അതൊന്നും ഉടമ്പടി ചേർത്തിട്ടില്ല. ഉടമ്പടിയിലുള്ള ഇത്രയേ ഉള്ളൂ. ഈ ഉടമ്പടിയിലുള്ള എല്ലാ കാര്യങ്ങളും നേർച്ച വസ്തുക്കളും ബൈബിളിലുള്ളതാണ്. അതിൻ്റെ റെഫറൻസ് നിങ്ങളുടെ ഉടമ്പടി പുസ്തകത്തിലുണ്ട്. അത് ബൈബിളിൽ എവിടെയാണത് ഉള്ളതെന്ന്, എണ്ണ എവിടെയാണ് ഉള്ളത്, കാശുരത്തെക്കുറിച്ച് എവിടെയാണ് പറയണത്, അത് ജ്ഞാപകത്തെക്കുറിച്ച് എവിടെയാണ് പറയണത്, അതുപോലെ തന്നെ തിരിയെക്കുറിച്ച് എവിടെയാണ് പറയണത്, എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ ഇത് ബൈബിളിലുള്ളതല്ല പ്രശ്നം. അതുപോലെ തന്നെ ഒരു പ്രശ്നമാണ് ഇത് ഉപയോഗിക്കുന്ന രീതികൾ. മനസ്സിലായില്ലേ? ഉപയോഗിക്കുന്ന രീതി എന്താണ്? ഇതിൻ്റെ പവർ ഇൻകൾക്കേറ്റ് ചെയ്തിരിക്കുന്നത് നമ്മളൊരു ജനറൽ ബ്ലെസ്സിങ്സിലല്ല അത് ചെയ്തിരിക്കുന്നത്, ഒരു പർട്ടിക്കുലർ ബ്ലെസ്സിങ്സിലാണ് അത് ചെയ്യണത്. 12 പ്രാർത്ഥന ചൊല്ലിയാണ് വെഞ്ചരിക്കുന്നത്. പിന്നീട് മനുഷ്യന്മാർ ഇന്നത്തെ ജീവിതത്തിൽ അനുഭവിക്കുന്ന എല്ലാ മേഖലകൾക്കും കൂടിയുള്ള ഒരു കാസ്റ്റിംഗ് പ്രയറുണ്ട്. അതുൾപ്പെടെ ചൊല്ലിയിട്ടാണ് നിങ്ങൾക്ക് തരണത്. ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറയണത് ഇതിൻ്റെ അകത്ത് ശക്തി ഇൻകൾക്കേറ്റ് ചെയ്യണമെന്നുള്ളതാണ് ഒരു ഉദ്ദേശം. എനിക്കുള്ള പൗരോഹിത്യത്തിൻ്റെ സ്വാഭാവികമായ ഒരു ചൈതന്യത്തിൽ ജനങ്ങളുടെ ആവശ്യത്തിനു വേണ്ടി പ്രാർത്ഥിച്ച്, നമുക്കറിയാമല്ലോ എല്ലാം വർക്കൗട്ട് ചെയ്യുന്നത് ശക്തിയിലാണ്. കാര്യം എന്താണ്? ദൈവം തന്നെ ശക്തിയാണ്. അപ്പോൾ 1 കൊറിന്തോസ് എപ്പോഴും ഞങ്ങൾ ഇടയ്ക്ക് നിങ്ങളോട് പറയാറുണ്ട്, 1 കൊറിന്തോസ് 1:24 എന്താ പറയണത്? ദൈവത്തിൻ്റെ ജ്ഞാനവും പറഞ്ഞ് ദൈവത്തിൻ്റെ ജ്ഞാനവും ദൈവത്തിൻ്റെ ശക്തിയുമായ യേശു ക്രിസ്തു. ഒന്നിനു പറഞ്ഞ ദൈവത്തിൻ്റെ ജ്ഞാനവും ദൈവത്തിൻ്റെ ശക്തിയുമായ യേശു ക്രിസ്തു. അപ്പൊ യേശു ക്രിസ്തു ആരാണ്? ദൈവത്തിൻ്റെ ശക്തിയാണ്. ഒരു വ്യക്തി എന്നതിനേക്കാൾ പോലെ തന്നെ യേശു ആരാണ്? ശക്തിയാണ്. നേർച്ചവസ്തുക്കളിലേക്ക് യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റു പറഞ്ഞിട്ട് ദൈവം അവനെ മരിച്ചോ ഉയർപ്പിച്ചെന്ന് ഹൃദയത്തിൽ വിശ്വസിച്ചിട്ടാണ് ഇത് ബ്ലസ് ചെയ്യണത്. അപ്പോൾ ഈ ശക്തി ഇതിലേക്ക് വരും. ഇനി നിങ്ങളിതിനെ എന്താ ചെയ്യണത്? നിങ്ങൾ അതേ പവറിൽ വിശ്വാസപ്രമാണം ചൊല്ലി വേണം ಈ ವಿಷಯ ರಿಲೀಸ್ ചെയ്യിക്കാൻ. ಭಾಗವಹಿಸಲು ಆಗುತ್ತಿರಲಿಲ್ಲ. ಆದರೆ ಭಾನುವಾರದ ಬಲಿಪೂಜೆಯನ್ನು ತಪ್ಪಿಸುತ್ತಿರಲಿಲ್ಲ. ಭಾನುವಾರದ ಬಲಿಪೂಜೆ ಕೂಡ ಭಕ್ತಿಯಿಂದ ಭಾಗವಹಿಸಲು ನನಗೆ ಸಾಧ್ಯವಾಗುತ್ತಿತ್ತು. ಅಲ್ಲಿಂದ ನಾನು 2023 ಅಕ್ಟೋಬರ್ 5ನೇ ತಾರೀಕು ಇಲ್ಲಿ ಬಂದು ತೀರ್ಥಾಟ ಒಡಂಬಡಿಕೆಯನ್ನು ತೆಗೆದುಕೊಂಡಿದ್ದೇನೆ. ಇದರಲ್ಲಿ ತೆಗೆದುಕೊಂಡಿದ್ದೇನೆ. ಇವಾಗ ನನ್ನ ಪಪ್ಪ ಒಂದು 15 ದಿನಕ್ಕೆ ನನ್ನ ಪಪ್ಪವು ಆರಾಮಾಗಿ ಓಡಾಡಿ ಇವಾಗ ನಾರ್ಮಲ್ಲಾಗಿ ಓಡಾಡಿಕೊಂಡು ಇದ್ದಾರೆ. ದೇವರಿಗೆ ಕೋಟಿ ವಂದನೆ. ನಾನು ತೀರ್ಥಾಟ ಒಡಂಬಡಿಕೆ ತೆಗೆದುಕೊಂಡಿರೋದು ನನ್ನ ಮಗನಿಗೋಸ್ಕರ. ನನ್ನ ಮಗನು SLCಯಲ್ಲಿ ಇದ್ದ. ಅವನು ಸಣ್ಣವನಿಡ್ತಾನು ಒಂದು ಸ್ಕೂಲಲ್ಲಿ ಓದೋಕ್ಕೆ ಆಗಲಿಲ್ಲ. 10 ವರ್ಷ ಇದ್ದರೆ 6 ಸ್ಕೂಲನ್ನು ನಾನು ಚೇಂಜ್ ಮಾಡಿದ್ದೇನೆ. ಒಂದಲ್ಲ ಒಂದು ರೀಸನ್ ಇಂದ ಚೇಂಜ್ ಮಾಡ್ತಾನೇ ಇದ್ದೆ ನನ್ನ ಮಗನಿಗೆ. ಹಾಗಾಗಿ SLC ಬಂದಾಗ ಅವನಿಗೆ ತುಂಬ ಕಷ್ಟ ಆಯಿತು. ಮನೆಯಲ್ಲೇ ಇದ್ದುದರಿಂದ ಮೊಬೈಲಿಗೆ ಅಡಿಕ್ಟ್ ಆಗಿದ್ದ ಅವನು. ಒಂದು ಅರ್ಧ ಗಂಟೆ ಕೂತ್ಕೊಂಡು ಮಾತ್ರ ಓದುತ್ತಿದ್ದ, ಮತ್ತು ಓದುತ್ತಿರಲಿಲ್ಲ. ಹಾಗಾಗಿ ಪ್ರಿಪರೇಟರಿ ಎಕ್ಸಾಮಿಗೆಲ್ಲ ಮ್ಯಾಥ್ಸಿಗೆ 100ಅಲ್ಲಿ 6 ಮಾರ್ಕ್ಸ್ ಬರ್ತಾ ಇತ್ತು. ನನಗೆ ತುಂಬ ಬೇಜಾರಾಯಿತು. ನಾನು ಸ್ಕೂಲಿಗೆ ಹೋಗಬೇಕಾದ್ರೆ ನನ್ನ ಕೈಯಲ್ಲಿ ಇಲ್ಲಿನ ದೇವಮಾತೆಯ ಪದಕ ಮತ್ತು ಇಲ್ಲಿಂದ ಕೊಟ್ಟಿರುವ ಉಪ್ಪು ಇತ್ತು. ನಾನು ಎಲ್ಲಿ ಹೋದರೂ ದೇವಮಾತೆಯ ಈ ಪದಕವನ್ನು ಕೈ ಬಿಡುತ್ತಿರಲಿಲ್ಲ. ಯಾವಾಗಲೂ ನನ್ನ ಕೈಯಲ್ಲಿ ಇರುತ್ತಿತ್ತು. ಅದನ್ನು ಹಿಡಿದುಕೊಂಡು ಅಲ್ಲಿನ ಪ್ರಿನ್ಸಿಪಾಲಿಗೆ ಹೇಳಿದೆ, ನನ್ನ ಮಗನಿಗೆ ನಿಮ್ಮ ಸ್ಕೂಲಲ್ಲಿ ಯಾವ್ದಾದ್ರು ಟೀಚರ್ ಜೊತೆಗೆ ನಿಲ್ಲಿಸಿ, ನಾನು ಮನೆಯಿಂದ ಫುಡ್ ಕೊಟ್ಟು ಕಳಿಸ್ತೇನೆ, ಅವನು ಮನೆಯಲ್ಲಿದ್ದರೆ ಪಾಸ್ ಆಗುವುದಿಲ್ಲ ಎಂದು. ಸಿಸ್ಟರ್ ಆಗುವುದಿಲ್ಲ ಅಂತ ಹೇಳಿದರು. ನಾನು ಅಲ್ಲೇ ದೇವಮಾತೆ ಹತ್ರ ಕೃಪಾಸನ ತಾಯಿಗೆ ಪ್ರೇಯರ್ ಮಾಡಿದ್ದೆ. ನನ್ನ ಮಗನನ್ನು ಈ ಸ್ಕೂಲಿಂದ ಕರೆದುಕೊಂಡು ಹೋಗಬೇಕಾದರೆ ಸಂತೋಷದಿಂದ ಕರೆದುಕೊಂಡು ಹೋಗಬೇಕು, ಇದು ನಿನಗೆ ಬಿಟ್ಟಿದ್ದು ಎಂದು ಅಲ್ಲೇ ಹೇಳಿ ಪ್ರಿನ್ಸಿಪಾಲ್ ಚೇಂಬರಲ್ಲೇ ಉಪ್ಪು ಹಾಕಿ
ಪ್ರೇಷಿತರ ಪ್ರಾರ್ಥನೆಯನ್ನು ಹೇಳಿ ಬಂದಿದ್ದೆ. ಒಂದು ವಾರದಲ್ಲಿ ಸಿಸ್ಟ್ರು ಕರೆದು ಹೇಳಿದರು, ಒಂದು 8 ಮಕ್ಕಳನ್ನು ನಾವು ಹಾಸ್ಟೆಲಲ್ಲಿ ಇಟ್ಕೊಳ್ತೇವೆ, ನಿನ್ನ ಮಗನನ್ನು ಕಳಿಸಿಕೊಡು ಅಂತ ಹೇಳಿದರು. ಹಾಗೆ ಎಕ್ಸಾಮಿಗೆ 1-2 ತಿಂಗಳಿರಬೇಕಾದ್ರೆ ಅವನು ಹಾಸ್ಟೆಲ್ಗೆ ಹೋದ. ಅವನಿಗೆ ನಾನು ತೀರ್ಥಾಡ ಒಡಂಬಡಿಕೆ ತೆಗೆದುಕೊಂಡ ನಂತರ ದಿನಾನು ಅವನಿಗೆ ಇಲ್ಲಿಂದ ಕೊಟ್ಟಿರುವ ವಿಶುದ್ಧವಾದ ತೈಲ, ಉಪ್ಪು, ನಾನು ಫುಡ್ಡಲ್ಲಿ ತೈಲವನ್ನು ಹಚ್ಚಿ ಕಳಿಸ್ತಿದ್ದೆ, ಉಪ್ಪನ್ನು ನಾನು ಫುಡ್ಡಲ್ಲಿ ಹಾಕಿ ಕೊಡುತ್ತಿದ್ದೆ. ಪ್ರೇಷಿತರ ವಿಶ್ವಾಸ ಪ್ರಮಾಣ ಹೇಳುವುದನ್ನು ನಾನು ಮರೆಯುತ್ತಿರಲಿಲ್ಲ. ಅವನಿಗೆ ಪ್ರಾರ್ಥನೆ ಮಾಡೋದರಲ್ಲಿ ಸ್ವಲ್ಪ ಹಿಂದೆ ಇದ್ದ. ಆಮೇಲೆ ಇದಾದ ಮೇಲೆ ಅವನು ಜಪಸರವನ್ನು ಹೇಳಲು ಸ್ಟಾರ್ಟ್ ಮಾಡಿದ್ದ. ಒಬ್ಬನೇ ಬಸ್ಸಲ್ಲಿ ಹೋಗುತ್ತಿರಬೇಕಾದರೆ ಜಪಸರ ಮಾಡುತ್ತಾನೆ. ಒಂದು ದಿನ ಅವನು ಒಂದು ಜಪಸರವನ್ನವಾದರೂ ಸ್ಕೂಲಿಗೆ ಹೋಗಬೇಕಾದರೆ ಮಾಡುತ್ತಾನೆ. ಅವನಿಗೂ ಪ್ರಾರ್ಥನೆಯಲ್ಲಿ ವಿಶ್ವಾಸ ಬಂದಿದೆ. ಅದು ಈ ಕೃಪಾಸನ ತಾಯಿಯ ಕೃಪೆ ಎಂದು ನಾನು ಅರಿತುಕೊಂಡಿದ್ದೇನೆ. ಅವನು ಎಕ್ಸಾಮ್ ಬರೆದ. ಎಕ್ಸಾಮಿನಲ್ಲಿ ಎಲ್ಲದರಲ್ಲೂ ಒಳ್ಳೆಯ ಮಾರ್ಕ್ಸ್ ತೆಗೆದುಕೊಂಡಿದ್ದಾನೆ. ಸೈನ್ಸ್ ಮತ್ತು ಮ್ಯಾಥ್ಸಲ್ಲಿ ಅವನು ಫೇಲ್ ಆಗ್ತಾನೆ ಅಂತ ತಿಳ್ಕೊಂಡಿದ್ದು, ಅದನ್ನು ಜಸ್ಟ್ ಪಾಸ್ ಮಾಡಿಸಿದ್ದಾರೆ. ಉಳಿದ ಎಲ್ಲ ಸಬ್ಜೆಕ್ಟಿಗೂ ಒಳ್ಳೆಯ ಪಾಸ್ ಕೊಟ್ಟು ಆ ತಾಯಿಯು ತುಂಬ ದಯೆಯನ್ನು ತೋರಿಸಿದ್ದಾರೆ. ಕೋಟಿಯಾನು ಕೋಟಿ ವಂದನೆಗಳನ್ನು ಸಲ್ಲಿಸುತ್ತೇನೆ. ಅದೇ ರೀತಿ ನಾನು ಮೊಬೈಲಿಂದ ಫಾರ್ವರ್ಡ್ ಮಾಡುತ್ತಿದ್ದೆ. ನನ್ನ ಫ್ರೆಂಡ್ಸ್ಗಳಿಗೆಲ್ಲ ಇಲ್ಲಿನ ಸಾಕ್ಷ್ಯವನ್ನು ಫಾರ್ವರ್ಡ್ ಮಾಡುತ್ತಿದ್ದೆ. ಅದೇ ರೀತಿ ನನ್ನ ಫ್ರೆಂಡ್ಸ್ ಒಬ್ಬಳು ಇಸ್ರಾಯೇಲ್ನಲ್ಲಿ ಇದ್ದಾಳೆ. ಅವಳು ಈ ಸಾಕ್ಷ್ಯವನ್ನು ಕೇಳಿ ನನ್ನಿಂದ ಆನ್ಲೈನಲ್ಲಿ ಒಡಂಬಡಿಕೆಯನ್ನು ತೆಗೆದುಕೊಂಡಿದ್ದಾಳೆ. ಅವಳು ಇಲ್ಲಿಗೆ ಬರಬೇಕಾದರೆ ಬರ್ತೀನೆಂದು ಹೇಳಿದ್ದಾರೆ. ನನ್ನ ಅಕ್ಕಂದಿರಿಯು ನನ್ನಿಂದ ಪ್ರೇರಿತರಾಗಿ ಅವರು ಸಹ ಇಂದು ಬಂದು ಒಡಂಬಡಿಕೆಯನ್ನು ತೆಗೆದುಕೊಂಡಿದ್ದಾರೆ. ಕಾರುಣ್ಯ ಪ್ರವೃತ್ತಿ. ನನ್ನ ಮನೆಯ ಪಕ್ಕದಲ್ಲಿ ಒಬ್ಬೊಬ್ಬರೇ ವಾಸ ಮಾಡುವ ಅಜ್ಜಿಯರು ಅಜ್ಜಂದಿಯರು ಇದ್ದಾರೆ. ನನಗಿಂದ ಸಾಧ್ಯವಾಗುವ ಫುಡ್ಡನ್ನು ಮನೆಯಲ್ಲೇ ಮಾಡಿದ್ದು ಅವರಿಗೆ ತೆಗೆದುಕೊಂಡು ಕೊಡುತ್ತೇನೆ. ಮತ್ತು ಚರ್ಚಿಗೆ ಹೋಗಬೇಕಾದರೆ ಇಲ್ಲ ಹೋಟ್ಲಿಗೆ ಹೋದಾಗಲಾದರೂ ಅಲ್ಲಿ ಯಾರಾದರೂ ಕಂಡರೆ ನಾವು ಅವರಿಗೂ ಒಂದು ಊಟವನ್ನು ಕೊಡಿಸುತ್ತೇನೆ. ಮತ್ತು ಬಟ್ಟೆ ಆದರೂ ಅಷ್ಟೇ, ನನ್ನಿಂದ ಸುತ್ತಲೂ ಇರುವುದರಲ್ಲಿ ಬಡವರಿಗೆ ನನ್ನಿಂದ ಆಗಿದ್ದನ್ನು ನಾನು ಸಹಾಯ ಮಾಡುತ್ತೇನೆ. ನನ್ನದು ಒಂದು ಫುಟ್ವೇರ್ ಶಾಪ್ ಇರೋದು. ನಾನು ಸ್ಕೂಲ್ ಮಕ್ಕಳಿಗೆ ಫುಟ್ವೇರ್ ಶಾಪ್ ಶೂವನ್ನು ದಾನವಾಗಿ ಕೊಡುತ್ತೇನೆ. ಇದೇ ರೀತಿ ನನ್ನ ಕೈಲಾದ ಸಹಾಯವನ್ನು ನಾನು ಮಾಡುತ್ತಿದ್ದೇನೆ. ಪತ್ರವನ್ನು ನಾನು ಕನ್ನಡದಲ್ಲಿ ಲಾಸ್ಟ್ ಟೈಮ್ ಬಂದಾಗ ಕೇಳಿದೆ, ಆದರೆ ನನಗೆ ಮಲಯಾಳಮೇ ಸಿಕ್ತು. ಹಾಗಾಗಿ ನಾನು ಅಮ್ಮನ ಮನೆಗೆ ಹೋದಾಗ ಅಲ್ಲೇ ಸಾಧ್ಯವಾದ ಎಲ್ಲರಿಗೂ ಪತ್ರವನ್ನು ಕೊಟ್ಟಿದ್ದೇನೆ. ಅಕ್ರೈಸ್ತವರಿಗೂ ನಾನು ಪತ್ರವನ್ನು ಕೊಟ್ಟಿದ್ದೇನೆ. ಅವರು ಇವಾಗ ಇದರಿಂದ ಪ್ರೇರಿತರಾಗಿದ್ದಾರೆ. ನನ್ನ ಕನ್ನಡದ ಹಿಂದೂ ಸಹೋದರಿಯರು ಕೂಡ ನನ್ನಲ್ಲಿ ಇಲ್ಲಿಗೆ ಬರುತ್ತೇನೆಂದು ಹೇಳಿದಾಗ ಇಲ್ಲಿನ ವಸ್ತುಗಳನ್ನು ತಂದುಕೊಡು, ನನಗೋಸ್ಕರ ಪ್ರೇಯರ್ ಮಾಡು ಅಂತ ಕೇಳಿಕೊಳ್ಳುತ್ತಿದ್ದಾರೆ. ಕೃಪಾಸನ ತಾಯಿ ನಮಗೆ നീಡಿದ ಎಲ್ಲ ವಂದನೆಗಳಿಗೂ കൃപാവരಗಳಿಗೆ കോടിയാനുകോടി വന്ദനಗಳನ್ನು സല്ലിಸುತ್ತೇನೆ. പരിശുദ്ധമായ ഈ സ്ഥലത്ത് ഇന്ന് വരുവാനും ഈശോയുടെ അമ്മയുടെ മുമ്പിൽ നിന്ന് ഈ സാക്ഷ്യം പറയുവാനും എന്നെ അനുവദിച്ച എൻ്റെ ഈശോയ്ക്കും അമ്മയ്ക്കും ഞാൻ ആദ്യമായി 1000 നന്ദി പറയുകയാണ്. ഞാൻ കഴിഞ്ഞ ജാനുവരി 23 ജാനുവരി 16-ാം തീയതിയാണ് ഇവിടെ വന്ന് ആദ്യമായി ഉടമ്പടി എടുക്കുന്നത്. ഞാൻ പണ്ടും അത് പറയുന്നതിന് മുമ്പ് എനിക്ക് മറ്റൊരു കാര്യം പറയണം. ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് എനിക്ക് ഓർമ്മ വെച്ച നാൾ മുതൽ ഞാൻ ഭയങ്കര പ്രാർത്ഥനയായിരുന്നു. ബൈബിൾ വായിക്കും, 4 മണിക്ക് ഉണരും, ജപമാല ചൊല്ലും, നിത്യകുർബാനയ്ക്ക് പോകും, എല്ലാ കരിസ്മാറ്റിക് പ്രാർത്ഥനകൾക്ക് പോകും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അന്നൊന്നും ഇല്ലാത്ത ഒരു പ്രത്യേക ഒരു അനുഭവം ഒരു വ്യക്തിയാക്കിയത് ഞാൻ ഈ കൃപാസനത്തിൽ വന്ന ഉടമ്പടി എടുത്ത ശേഷമാണ്. അമ്മ എന്നെ ഒരു പുതിയ വ്യക്തിയാക്കി മാറ്റിയത്. അത് ഒത്തിരിയും കാര്യങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ 2023 16-ാം തീയതി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തുകൊണ്ട് പോകുമ്പോൾ എൻ്റെ കുടുംബത്തിൽ സമാധാനമില്ലായിരുന്നു. എൻ്റെ ഹസ്ബൻഡ് ഇച്ചിരി മദ്യപിക്കുമായിരുന്നു. ഞങ്ങൾക്ക് കാറും വീടും എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടായിരുന്നു. അതെല്ലാം മകൻ്റെ വിവാഹത്വം ഏക മകനേ ഉള്ളൂ. അയാൾ ഭാര്യ സമേതം പുറത്താണ്, വിവാഹം കഴിഞ്ഞ് അയാൾ പോയതാണ്. ഞങ്ങൾക്ക് വേറെ മക്കളില്ല. അയാൾ പോയ ശേഷം ഞങ്ങൾക്ക് ഏകാന്തതയായി. ഞങ്ങൾ മുഖത്തോട് മുഖം നോക്കിയ പ്രശ്നങ്ങളായി. ഞങ്ങൾക്ക് ജീവിക്കാൻ യാതൊരു വഴിയില്ല.
അപ്പം ഞങ്ങൾ രണ്ടുപേരും പറയുമായിരുന്നു നമുക്ക് ഈ ലോകത്തുനിന്ന് പോകാം, ഇനി ആരെ നോക്കിയാണ് ഇരിക്കുന്നത്. അങ്ങനെ നിരാശയുടെ പടുകുഴി നിൽക്കുന്ന സമയത്താണ് എൻ്റെ ഒരു കൂട്ടുകാരി വന്നിട്ട് പറഞ്ഞ് ബാ നമുക്ക് കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ കൂട്ടുകാരി കയ്യിൽ നിന്ന് പൈസ ഇട്ട് എന്നെ ഇവിടെ കൊണ്ടുവന്ന് എന്നെ ഉടമ്പടി എടുപ്പിച്ചു. പക്ഷേ ആ ഉടമ്പടി എടുത്ത് തിരിച്ച് ഞാൻ എൻ്റെ ഭവനത്തിൽ ചെന്ന ശേഷം എൻ്റെ അമ്മ എൻ്റെ കൂടെ വരികയായിരുന്നെന്ന് തന്നെ ഞാൻ ഉറപ്പിച്ച് വിശ്വസിക്കുകയും പറയുകയും ചെയ്യണം. കാരണം എനിക്ക് തന്ന അനുഭവങ്ങൾ അങ്ങനെയാണ്. എൻ്റെ അമ്മ കുടുംബത്ത് വന്നു, എൻ്റെ ഹസ്ബൻഡിൻ്റെ എന്നെയും വഴക്കുകളെല്ലാം മാറ്റി എൻ്റെ കുടുംബത്തിൽ ശാന്തി സമാധാനമാണ് ആദ്യം അമ്മ നിറച്ചത്. ചില സഹോദരങ്ങളൊക്കെ മിണ്ടാതിരുന്നു, അവരോടൊക്കെ ക്ഷമിക്കാൻ എനിക്ക് സാധിച്ചു. അവരെ എല്ലാവരുടെയും എൻ്റെ അപ്പൻ്റെ അമ്മയുടെ ഒരു ആണ്ട് അമ്മയുടെ ഉടമ്പടി എടുത്ത ഒരാഴ്ചക്കകം ഭവനത്തിൽ എല്ലാവരും കൂടെ ഒത്തുകൂടാനും അവരോടൊക്കെ ക്ഷമിക്കാനും അവരും എല്ലാമായിട്ട് വളരെ സന്തോഷത്തിൽ കഴിയാൻ എൻ്റെ അമ്മ അനുവദിച്ചു. പണ്ടൊന്നുമില്ലാത്ത ഒരു സമാധാനം, ഒരു സന്തോഷം എൻ്റെ അമ്മ എൻ്റെ ഭവനത്തിൽ വന്നപ്പോൾ എനിക്കുണ്ടായി. ആദ്യത്തെ ഉടമ്പടി ഞാൻ വെച്ചിരുന്നത് എൻ്റെ കുടുംബ സമാധാനമായിരുന്നു. രണ്ടാമത്തെ ഉടമ്പടി വെച്ചിരുന്നത് രോഗശാന്തിയായിരുന്നു. അപ്പോൾ രോഗശാന്തിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എൻ്റെ ഹസ്ബൻഡ് അത്ര വലിയ വിശ്വാസിയൊന്നുമല്ല, CSI-കാരനായതുകൊണ്ട് പുള്ളിക്ക് വിശ്വാസമില്ല. പക്ഷേ പുള്ളി വലിയൊരു ആസ്മ പേഷ്യൻ്റായിരുന്നു. ചിലപ്പോൾ നമുക്ക് കണ്ടു നിൽക്കാൻ പറ്റത്തില്ല, കാരണം ആസ്മ വന്ന് പുള്ളി അങ്ങ് കുഴഞ്ഞു വീഴുന്ന പരുവത്തിലാവുമായിരുന്നു. പക്ഷേ ഞാൻ ഇവിടുന്ന് കൊണ്ടുപോയ ഉടമ്പടി തൈലം പുള്ളിക്ക് കൊടുക്കുന്ന കഞ്ഞിയിലിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ട് അമ്മയോട് പറഞ്ഞു, അമ്മേ ഞാൻ ഒറ്റയ്ക്കല്ല ആണ്, എൻ്റെ ഹസ്ബൻഡിന് എന്തെങ്കിലും വന്നു പോയാൽ ആരുമില്ല, അമ്മ സൗഖ്യം കൊടുക്കണേന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളിയുടെ ആ ശുപ്രകോപമൊക്കെ എടുത്ത് മാറ്റി പുള്ളിക്ക് അമ്മ ആശ്വാസം നൽകി അനുഗ്രഹിച്ചു. ഇന്ന് പുള്ളിയും പ്രാർത്ഥിക്കുമ്പോൾ വന്നിരിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. എനിക്ക് ഒത്തിരി അസുഖങ്ങളുണ്ടായിരുന്നു. ഞാൻ ഈ അസുഖം ഉള്ളപ്പോഴെല്ലാം എൻ്റെ അമ്മയുടെ ഉടമ്പടി തൈലമെടുത്ത് എവിടാണോ എനിക്ക് വേദനയുള്ളത് ആ ഭാഗത്ത് പുരട്ടിക്കൊണ്ട് ഞാൻ പറയും, അമ്മേ എനിക്ക് ഒത്തിരി ബില്ല് തീർക്കാൻ പൈസയില്ല, കിടന്നാൽ നോക്കാൻ ആരുമില്ല, എൻ്റെ അമ്മ ഈശോപ്പായി മാത്രമേ ഉള്ളൂ എനിക്ക്, അതുകൊണ്ട് എന്നെ കിടത്തല്ലേ അമ്മയെന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കും. അപ്പം തന്നെ എൻ്റെ വേദനകൾ രോഗങ്ങളെല്ലാം മാറ്റിക്കൊണ്ട് എൻ്റെ അമ്മ എപ്പോഴും എൻ്റെ കൂടെയുണ്ട്. ഞാൻ എല്ലാ ദിവസവും 4 മണിക്ക് എഴുന്നേറ്റ് പ്രാർത്ഥന ചൊല്ലും. കൃത്യം 5:30 ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിയിരിക്കും. അപ്പോൾ അതിനകത്തുണ്ടാകുന്നതെന്ന് വെച്ചാൽ ഞാൻ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ ഞാൻ അമ്മയോട് പറയും, അമ്മ ഇവിടെ ഉണ്ടെന്ന് എനിക്കൊരു അടയാളം തരണം അമ്മയെന്ന് പറയും. അപ്പോൾ അമ്മയുടെ ഫോട്ടോ എൻ്റെ റൂമിൽ വളരെ പരിശുദ്ധമായി ഞാൻ വെച്ചിരിക്കുകയാണ്. അമ്മയുടെ രൂപത്തിൽ ആ പടത്തിൻ്റെ അറ്റത്ത് ഒരു ചെറിയ പ്രകാശം പോലെ വരും. ആ പ്രകാശം നിന്ന് കറങ്ങും. ഞാൻ പ്രാർത്ഥന ചൊല്ലി തീരുമ്പോൾ അത് പോകും. ഒരു ദിവസം കണ്ടില്ലേ ഞാൻ പറയൂ അമ്മ എൻ്റെ കൂടെ ഇല്ലേന്ന് പറയും. ആ ക്ഷണം എനിക്കത് കാണാൻ പറ്റുന്നുണ്ട്. എനിക്ക് പറയാനുള്ള ഒന്നേ ഉള്ളൂ, മരിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായ സമയത്ത് എവിടെല്ലാം പോയിട്ടും എൻ്റെ കൃപാസനത്തിൽ വന്ന് എൻ്റെ കൃപാസനത്തിൽ അമ്മയിൽ നിന്നാണ് എനിക്കിന്നിവിടെ വന്ന് സംസാരിക്കാനുള്ള ശക്തിയും ബലവും തന്ന്. അപ്പോൾ എൻ്റെ സഹോദരങ്ങളെല്ലാവരും എന്നോട് പറഞ്ഞ് അവർക്കൊക്കെ വിഷമം പറഞ്ഞ് വരുമ്പം ഞാൻ പറയും, നിങ്ങൾ നമ്മളെ രക്ഷിക്കാൻ ഒരു സ്ഥലമുണ്ട്, കൃപാസനത്തിൽ അമ്മയെടുത്ത് അമ്മ തീർച്ചയായിട്ടും നമ്മുടെ കൂടെ വരും, അമ്മ നമ്മളെ രക്ഷിക്കുമെന്ന് പറയും. അങ്ങനെ എൻ്റെ കുടുംബത്തിലും കൂട്ടത്തിലുള്ള എല്ലാ സഹോദരങ്ങളെ ഇവിടെ കൊണ്ടുവരാൻ എനിക്ക് സാധിച്ചു. രണ്ടാമത് ഞാൻ വെച്ചിരുന്നൊരു നിയോഗമെന്ന് പറയുന്നത്, എനിക്കൊരു കേസ് ഉണ്ടായിരുന്നു. ആ കേസ് ഞങ്ങൾ തെറ്റൊന്നും ചെയ്തിട്ടല്ല, മനഃപൂർവ്വം ഒരു വ്യക്തി ഞങ്ങളെ അതിൽ കുടുക്കിയതായിരുന്നു. അപ്പോൾ കേസ് പറയാൻ പൈസയില്ല, അത് വേണം. പിന്നെ കേസ് ഇങ്ങനെ നീണ്ടു പോയി. അപ്പം ഞാനിവിടെ വന്ന് ഉടമ്പടി മൂന്നാമത്തതിൽ വെച്ചിരുന്നു. ആ കേസ് അമ്മ എനിക്ക് അനുകൂലമാക്കി തരണമെന്ന് പറഞ്ഞു. കേസിന് വിധി വന്നു. അന്ന് ജഡ്ജിയുടെ അടുത്ത് പോകണം, വക്കീൽ എന്നെ ഏതാണ്ടൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചു. ഞാൻ പറഞ്ഞു, അമ്മേ ഞാൻ അവിടെ പോയി ഇരിക്കുകയാണ്. പോകുന്നതിന് മുമ്പ് ഞാൻ കൃപാസനം പത്രം കൊണ്ടുപോയി വക്കീൽ ഓഫീസിൽ കൊടുത്തു. കളക്ട്രേറ്റിൽ ഉദ്യോഗസ്ഥർ പഞ്ച് ചെയ്യാൻ വരുന്നിടത്ത് കാത്തു നിന്ന് അവർക്കൊക്കെ കൊടുത്തു. ജഡ്ജിയുടെ ഇരിക്കുന്ന സ്ഥലത്ത് എല്ലാവരും വരുന്നതിന് മുമ്പ് അമ്മയുടെ ഉപ്പ് കൊണ്ടിട്ടിട്ട് ഞാൻ അമ്മയെ വിളിച്ചു. അമ്മ ഞാൻ അവിടെ ജഡ്ജിയുടെ അടുത്ത് വിസ്താരത്തിന് കയറുമ്പം എന്നെ വിരട്ടി വല്ലതും ചോദിച്ച അമ്മേ ഞാനങ്ങ് പറഞ്ഞു പോകും സത്യങ്ങൾ. അപ്പോൾ അതുകൊണ്ട് അമ്മ എന്നെ സഹായിക്കണമെന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എന്നെ വിളിക്കേണ്ട സമയമായപ്പോൾ എൻ്റെ അമ്മ ജഡ്ജിയുടെ ആയിട്ട് അവിടെ പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു, ഇല്ല വേണ്ട, അവരെ വിളിക്കേണ്ട, അവരെ ഞാൻ വിസ്തരിക്കുന്നില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് ആ കേസ് അങ്ങനൊരു പ്രശ്നം ഉണ്ടായതുപോലും ഇല്ലാത്ത വിധത്തിൽ അമ്മ എനിക്ക് അനുകൂലമാക്കി തരികയുണ്ടായി. പിന്നെ ഉണ്ടായിരുന്ന സമയത്ത് 2 വ്യക്തികൾക്ക് കുറച്ച് പൈസ കൊടുത്തു. ഇല്ലായ്മ വന്ന് അവരുടെ ചെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ഇല്ല തരാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി. ദൈവമേ, ഞാൻ നല്ല മനസ്സോടെ സഹായിച്ചു, ഇന്ന് എനിക്കില്ല, അവരെനിക്ക് തരുന്നില്ല അമ്മയെന്ന് പറഞ്ഞ് ഞാൻ കരഞ്ഞിട്ട് എൻ്റെ അമ്മയുടെ
ഉടമ്പടി ഉപ്പ് കൊണ്ടുപോയി അവരുടെ ഭവനങ്ങളിലിട്ട് തീർത്ത് തരത്തില്ല എന്ന് പറഞ്ഞവർ എനിക്ക് ആ പണങ്ങൾ ഒരാൾ മുഴുക്ക തന്നു, ഒരാൾ കുറച്ച് തന്നു, ബാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇവിടെ വന്ന ശേഷം എനിക്കിപ്പോൾ എൻ്റെ കുടുംബത്തിൽ ഗൾഫിൽ എൻ്റെ ഹസ്ബൻഡ് ആയിരുന്നതിലും സമാധാനം, സന്തോഷം, സമ്പന്നതയിൽ എൻ്റെ കൃപാസനത്തിലമ്മേ ഈശോ എന്നെ നടത്തുന്നു. എല്ലാത്തിലും ഉപരിയായിട്ട് എനിക്ക് പറയാനുള്ളത്, പണ്ടെല്ലാം ഒത്തിരി പ്രാർത്ഥിക്കും, എല്ലാ കരിസ്മാറ്റിക്സിനൊക്കെ പോവെങ്കിലും ഇന്ന് അമ്മ വഴി എൻ്റെ ഈശോ മാത്രമാണ് എൻ്റെ രക്ഷകനെന്ന് ഞാൻ കറക്റ്റായിട്ട് പറയാൻ എനിക്ക് സാധിക്കും. കാരണം സമ്പത്തുണ്ടായിരുന്നപ്പോൾ എല്ലാവരും ഉണ്ടായിരുന്നു, എല്ലാം പോയപ്പോൾ ആരുമില്ല. പക്ഷേ അന്നും ഈശോ കൂടെ ഉള്ളതുകൊണ്ടാണ് എനിക്കിന്ന് ഇവിടെ വന്ന് പറയാൻ പറ്റിയത്, സാക്ഷ്യം പറയാൻ പറ്റിയത്. അപ്പോൾ ഇപ്പോൾ എപ്പോഴും ഞാൻ ഒന്ന് മാത്രം പ്രാർത്ഥിക്കും, ഇനി ഭൂമി ജീവിച്ചിരിക്കുന്ന കാലം മുഴുക്കയും എൻ്റെ കൃപാസനത്തിലമ്മേ ഈശോയും മതി, വേറെ ആരും വേണ്ട. ഇവരോടൊത്ത് ജീവിച്ച് ഈ ഉടമ്പടി പറ്റുന്നവരെ പുതുക്കി മുമ്പോട്ട് പോകണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പിന്നെ ഞാൻ ചെയ്യുന്ന പ്രേക്ഷിത വേലയെന്ന് പറഞ്ഞാൽ എൻ്റെ സഹോദരങ്ങൾ